തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ CPM ശ്രമം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലാണ് മുതിർന്നവർക്കായുള്ള വോട്ട് CPM ഏജന്റ് നേരിട്ട് രേഖപ്പെടുത്തുന്നത്. പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും നോക്കി നിൽക്കെയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി. അതേസമയം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, CPM ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനത്തെയുള്ള അട്ടിമറികളൊക്കെ തന്നെ നടത്തും. പക്ഷേ ഇത് വല്ലാത്ത ഒരു സംഭവം തന്നെ ആയിരിക്കുകയാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലാണ് മുതിർന്നവർക്കായുള്ള വോട്ട് CPM ഏജന്റ് നേരിട്ട് രേഖപ്പെടുത്തുന്നതും അതും പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ നോക്കി നിൽക്കെ. തീർച്ചയായും രഞ്ജനെ, കാസർഗോഡ് മണ്ഡലത്തിൽ കീഴുവരുന്ന കല്യാശ്ശേരിയിലാണ് ഇത്തരത്തിൽ ഒരു അട്ടിമറി ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുതിർന്നവർക്കുള്ള വോട്ടിംഗ് രേഖപ്പെടുത്തുന്നതിലാണ് ഈ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ CPMന്റെ നേതാവും ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് അവർ തന്നെ നേരിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് വോട്ട്. ഇന്നലെയായിരുന്നു സംഭവം. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ BJP കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഇതിനെതിരെ പരാതി നൽകിയിരുന്നു. നിലവിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഉദ്യോഗസ്ഥരെ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അന്വേഷണ വിധേയമായാണ് 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും BJP ഇത് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും പോലീസും നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരമായിരുന്നു ഇത്തരത്തിൽ മുതിർന്നവർക്കായുള്ള വോട്ടിൽ ഈ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ CPM നേതാവായ ഗണേശനും ഉൾപ്പെടെയുള്ളവർ മുതിർന്ന ആ വാർഡിലെ തന്നെ വോട്ടറായ ദേവികയുടെ കള്ളവോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വോട്ട് ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അതിലേക്ക് കടന്നു കയറിയാണ് ഇത്തരത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി തന്നെ CPMന് അനുകൂലമായ ഒരു വോട്ട് ഇട്ടിരിക്കുന്നത്. ഇതിനെതിരെ BJP പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാസർഗോഡ് ജില്ലാ കളക്ടറാണ് ഇത്തരത്തിൽ ഈ 5 പേർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നിലവിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ശ്രീത, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഈ പാനൂർ ബോംബ് സ്ഫോടനം ഒക്കെ തന്നെ ഉണ്ടായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരാണ് CPM. അതേസമയം തന്നെ അവർ പറയുന്നുണ്ട് വോട്ടിംഗ് മെഷീനൊക്കെ തന്നെ കംപ്ലൈന്റ് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ VVPATനെയൊക്കെ തന്നെ കംപ്ലൈന്റ് പറയുന്ന രീതിയിലൊക്കെ തന്നെ CPM പ്രവർത്തകർ പോകുന്നതിനിടയിലാണ് ഈ രീതിയിലുള്ള ഒരു കള്ള വോട്ട് കൂടെ നടത്തുന്നതും. തീർച്ചയായും വലിയ ജനാധിപത്യം പറയുമ്പോഴും CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അത്തരം ഒരു കാഴ്ച കാണാറില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു പാനൂരിലെ ബോംബ് സ്ഫോടനം. അതിന് സമാനമായി തന്നെ കല്യാശ്ശേരിയും CPMന്റെ മറ്റൊരു ശക്തി കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കള്ള വോട്ടിനുള്ള ശ്രമം നടന്നിരിക്കുന്നത്. കള്ള വോട്ട് തന്നെ നടന്നിരിക്കുന്നത്. കാരണം ഈ മുതിർന്ന വ്യക്തിക്കായുള്ള ഒരു വനിതയ്ക്കായുള്ള വോട്ടിൽ CPM നേതാവ് തന്നെ ഉദ്യോഗസ്ഥരെയും കൂട്ടി ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. അതിനുശേഷം ആ നേതാവിന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ ഈ മുതിർന്ന വനിതയുടെ വോട്ട് രേഖപ്പെടുത്തുകയാണ്. അത്തരത്തിൽ ഈ ജനാധിപത്യത്തിന്റെ വോട്ടിനെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് CPMന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും BJP അതുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകി. കളക്ടറിൽ പരാതി നൽകിയതിന് ഫലമായാണ് നിലവിൽ അല്പസമയം മുമ്പ് ഈ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയൊരു ടീമിനെയും ഇതുമായി ബന്ധപ്പെട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ CPM ശ്രമം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലാണ് മുതിർന്നവർക്കായുള്ള വോട്ട് CPM ഏജന്റ് നേരിട്ട് രേഖപ്പെടുത്തിയത്. പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും നോക്കി നിൽക്കുകയാണ് CPMന്റെ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കം നടത്തിയത്. അതിനിടയിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും സുഗമമായി പോകുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാൻ തന്നെയാണ് CPM ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ വോട്ട് രേഖപ്പെടുത്തൽ അട്ടിമറി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.